എക്സ്ക്ലൂസീവ് വാർത്ത. പെൺവാണിഭത്തിനായി സ്ത്രീകളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സംഘം കേരളത്തിൽ ശക്തമായതായി റിപ്പോർട്ടുകൾ. സെക്സ് റാക്കറ്റിൽ നിന്നും രക്ഷപ്പെട്ട മലയാളി യുവതി കൈരളി പീപ്പിൾ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പുറത്തായത്. അബുദാബിയിൽ നിന്നും മുഹമ്മദ് ഫൈസലിന്റെ റിപ്പോർട്ടിലേക്ക്. മാന്യമായ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് ഗൾഫിലേക്ക് അയക്കുന്നത്. എന്നാൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് പിന്നീടാണ് ഈ യുവതികൾ അറിയുന്നത്. ഹൗസ് മെയ്ഡ് വിസ എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കയറ്റിവിട്ടെ. സുനിത എന്ന് പറഞ്ഞ ആള്. സുനിതയുടെ ഹസ്ബൻഡ് റോയി എന്ന് പറഞ്ഞ വ്യക്തിയാണ്, തൃശ്ശൂരുകാരൻ റോയി. അവരാണ് എന്നെ ഇവിടെ കയറ്റിവിട്ടത്. കോയമ്പത്തൂർ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞു ഗൾഫിൽ പോയി ജോലി ചെയ്ത് നല്ല സാലറി ഒക്കെ കിട്ടും. അങ്ങനെയാണ് എന്നെ ഇവിടെ കയറ്റിവിട്ടത് അവര്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവർ ചീറ്റ് ചെയ്യുമായിരുന്നു. അതിന് വന്ന് വേറൊരു നിഷ എന്ന് പറഞ്ഞ ആൾക്ക് എന്നെ വിൽക്കുമായിരുന്നു ചെയ്തത്. എന്നെ ഒത്തിരി ദിവസം പൂട്ടിയിടുകയൊക്കെ ചെയ്ത് ഫുഡ് പല ദിവസങ്ങളും ഫുഡ് തരാതിരുന്നിട്ടുണ്ട്. അവരുടെ ഇതിന് വഴങ്ങാതിരുന്നുകൊണ്ട് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരെന്നെ. അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെന്നെ ഒന്നെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ പിന്നെ ജീവനോട് എനിക്ക് എന്റെ വീട് കാണാൻ പറ്റില്ല. അതുപോലെ ഉപദ്രവങ്ങൾ സഹിച്ചായിരുന്നു അവിടുന്ന്. അതിനിടയ്ക്കാണ് അവിടുന്ന് റെയ്ഡ് വന്നു എന്നെ പിടിച്ചു. അവിടുന്ന് ഞാൻ സഹിതം 6 പെൺകുട്ടികളുണ്ടായിരുന്നു. 3 മലയാളികൾ, വേറെ 3 ഇന്തോനേഷ്യൻ പിള്ളേരും ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചു. ഞാൻ പേടിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവരൊരുപാട് ആദ്യമേ പറഞ്ഞു നിന്നെ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാക്കി എന്നെ കൊല്ലുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ ചാടാൻ 2 പ്രാവശ്യം ചാടാൻ ശ്രമിച്ചു, ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ അവരെന്നെ മലയാളികളുടെ കൂടെ നിർത്തത്തില്ലായിരുന്നു. ഒരു മോളുണ്ട് എനിക്ക്, 2 വയസ്സ് 7 വയസ്സുണ്ട്, 2ൽ പഠിക്കണം. എനിക്ക് നാട്ടിൽ പോയാൽ മതി. വീട്ടിലെ അമ്മയും മോളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. രക്ഷപ്പെട്ട യുവതികൾക്ക് നേരെ മലയാളികളായ പെൺവാണിഭ സംഘങ്ങളുടെ വധഭീഷണിയുമുണ്ട്. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി പെൺവാണിഭ സംഘത്തിന്റെ വ്യാപകമായ നെറ്റ്വർക്കുള്ളതായി യുവതി വെളിപ്പെടുത്തി. ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അബുദാബി.